അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യുവാനും സഹായിക്കുന്ന വളരെ ശക്തിയുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ദിക്റ് നിങ്ങൾ ഹലാലായ കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം കേട്ടോ. ആരും തന്നെ ദുരുപയോഗം ചെയ്യരുതേ. ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകാൻ, ഉമ്മാക്ക് സ്നേഹം തോന്നുവാൻ, മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാകുവാൻ, അമ്മായിയമ്മയ്ക്ക് മരുമകളോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, അങ്ങനെ നല്ല കാര്യത്തിന്, അതും ഹലാലായ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തണം കേട്ടോ. അന്യ സ്ത്രീയോടോ അന്യ പുരുഷന്മാരോടോ അടുപ്പമുള്ള സ്ത്രീ പുരുഷന്മാർ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നമ്മളെ സ്നേഹിക്കുവാനും ഈ ദിക്റ് മതി കേട്ടോ. വിവാഹബന്ധത്തിലൂടെ അള്ളാഹു ഹലാലാക്കിയ ഇണയിൽ നിന്നുമാണ് നാം സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ബർക്കത്തും റാഹത്തും സന്തോഷവും സ്നേഹവും നമ്മുടെ ഇണയിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. അള്ളാഹു ഹൈറാക്കി നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ഇണയായ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അവരാണ് നമ്മുടെ ഇഹത്തിലും പരത്തിലുമുള്ള വിജയത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. മതിവരുവോളം നിങ്ങളുടെ സ്നേഹം പരസ്പരം പങ്കിടുക തന്നെ ചെയ്യുക. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വലിയൊരു വിജയത്തിന് അടിസ്ഥാനമാണ്. കുറ്റങ്ങളും കുറവുകളും എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും. ആരും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് ഒഴിവാക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതെന്ന് പരസ്പരം ഭാര്യയും ഭർത്താവും വിലയിരുത്തി അത് മാറ്റം വരുത്തുക. പരസ്പരം ക്ഷമിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ആണെങ്കിൽ പരസ്പരം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് അതിൽ ക്ഷമ നൽകി മുമ്പോട്ട് ജീവിക്കുക. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളുമാണ് തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതെന്ന് പരസ്പരം ഇണയോട് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ മാറാൻ ശ്രമിക്കുക. അമിതമായ മൊബൈൽ ഉപയോഗം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്ന ക്വാളിറ്റി ടൈമിൽ ഒരിക്കലും നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് പരസ്പരം മനസ്സിലാക്കി മാറാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ ആവാതിരിക്കുക. നിങ്ങൾ പിണങ്ങുന്ന ദിവസം തന്നെ അതിരാത്രിക്കുള്ളിൽ ആ പിണക്കം ഒഴിവാക്കിയതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ ശ്രമിക്കണേ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തരുന്നതാണ്. വാശിയോ ദേഷ്യമോ അല്ല ഇവിടെ വേണ്ടത്, മറിച്ച് സബറാണ്. നമ്മളുടെ ക്ഷമ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണേ സഹോദരങ്ങളെ. അന്യ സ്ത്രീ അന്യ പുരുഷന്മാർ എന്നിവരുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം. തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് മറ്റുള്ള സ്ത്രീയോടോ പുരുഷനോടോ സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് മുതിരാതെ നിങ്ങളുടെ ഇണ പറയുന്നത് പോലെ നിങ്ങൾ ജീവിച്ചു പോവണേ. ഈ കാര്യം ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖകരമായ മുമ്പോട്ടുള്ള പോക്കിന് ഈ വിള്ളൽ ഉണ്ടാക്കുന്ന കാര്യം പരമാവധി ഒഴിവാക്കുക കേട്ടോ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അന്യ ആണ് അല്ലെങ്കിൽ അന്യ പെണ്ണ് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ശൈത്താൻ അവിടെ മൂന്നാമതൊരാളായി വരുന്നതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാം? അതുകൊണ്ട് തന്നെ അന്യ സ്ത്രീ അന്യ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ അതിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ളവയിൽ നിന്നും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരിട്ടും ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളവയിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾ ഒഴിവായി നിൽക്കണേ.
ആവശ്യത്തിനുള്ള ബന്ധങ്ങൾ മാത്രം നമ്മൾ സൂക്ഷിക്കുക. പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയാവുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം കൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ അസ്മാഉൽ ഹുസ്ന ഓതുക. ഇതിലൂടെ തന്നെ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ നല്ലപോലെ സ്നേഹിക്കുന്നതാണ്. നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കരുതലും കൂടുന്നതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ ആരോ ആയിക്കോട്ടെ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ദീനാണ്, ഇസ്ലാമാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കണം കേട്ടോ. ഇനി ഈ ദിക്ർ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പറയാം. ആദ്യം ബിസ്മി ചൊല്ലിയ ശേഷം യാ വലിയു യാ അല്ലാ, യാ വലിയു യാ അല്ലാ, യാ വലിയു യാ അല്ലാ ഇങ്ങനെ 313 തവണ, എത്രയാണ് 313 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോട്ടോ. നിങ്ങൾ ആരുടെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത്, ആരുടെ സ്നേഹമാണോ നിങ്ങൾ കൊതിക്കുന്നത്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കൃത്യമായി ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണേ. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ. അത് മറ്റുള്ളവർക്കും ഒരു അറിവായിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.